നിങ്ങൾ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നല്ലോ, നിങ്ങളുടെ വോട്ട് വടക്കോട്ടാണോ? മുഖ്യമന്ത്രി കണ്ടിരുന്നുവല്ലോ, വോട്ട് തെക്കോട്ടാണോ? പ്രതിപക്ഷ നേതാവ് കണ്ടിരുന്നല്ലോ, അതുകൊണ്ട് കിഴക്കോട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മുസ്ലിംകളുടെ വോട്ട് ആർക്കാണ്? മുസ്ലിംകൾ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ഇങ്ങനെയൊന്നുമുള്ള ചോദ്യങ്ങൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പാടില്ല. മതത്തിൻ്റെ പേരിൽ മുസ്ലിമിന് വോട്ട് ചെയ്യുക, ക്രിസ്ത്യാനിക്ക് വോട്ട് ചെയ്യുക, ഹിന്ദുവിന് വോട്ട് ചെയ്യുക, നായന്മാർ നായർക്ക് വോട്ട് ചെയ്യുക, ഈഴവർക്ക് വോട്ട് ചെയ്യുക എന്നുള്ള രീതി അത് നമ്മുടെ യഥാർത്ഥ ജനാധിപത്യ സംവിധാനത്തിനൊരിക്കലും യോജിച്ചതല്ല. എന്നാൽ സമസ്തയുടെ വോട്ടാർക്കാണ്? പ്രാസ്ഥാനികമായ ചില നിലപാടുകൾക്ക് അടിസ്ഥാനത്തിൽ ആണല്ലോ വോട്ട് തീരുമാനിക്കുക. അത് പരസ്യമായി പറയുകയാണെങ്കിൽ പിന്നെ വോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ആളുടെ എണ്ണം എടുത്തു കൊടുത്താലും പോരെ. രഹസ്യ ബാലറ്റ് എന്ന് പറയുന്നത് രഹസ്യമായി വോട്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അത് കാര്യങ്ങൾ മനസ്സിലാക്കിയും കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലുമായിരിക്കണം. നമ്മുടെ നിലപാടുകൾ അത് വോട്ടെടുക്കുമ്പോൾ പറയും, അറിയേണ്ടവരറിയും, കുത്തേണ്ടിടത്ത് കുത്തും.